ഫണ്ട് തിരിമറി ആരോപണത്തിൽ സിപിഎം കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കണക്കുകൾ പൊതുജന മധ്യത്തിൽ പറയില്ല എന്ന നിലപാട് ആരോപണങ്ങളെ സാധൂകരിക്കുന്നു എന്ന വിമർശനം ഉയർത്തുന്നു. പാർട്ടി അന്വേഷണ കമ്മീഷനെ വച്ചതിന് കാരണം വ്യക്തിവിരോധമാണെന്ന വാദം നിലനിൽക്കുന്നതുമല്ല. വിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിജീഷ്, ഇതിപ്പോൾ ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഇറങ്ങുകയും തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന വേളയിൽ അത് കണ്ണൂരിലധികം വലിയ ചർച്ചയായി നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സിപിഎം അതിന് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊരു വളരെ ദുർബലമായ പ്രതിരോധമാണ് എന്നുള്ള വിലയിരുത്തലാണ്. കൃത്യമായ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നതിനോ വി കുഞ്ഞികൃഷ്ണൻ അടിവരയിട്ട് പറഞ്ഞ കാര്യങ്ങളെ കണക്കുകൾ സഹിതം അത് അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുന്നതിനോ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ നോക്കുമ്പോൾ വലിയൊരു ഒരു തരത്തിലൊരു പ്രതിരോധത്തിലായിരിക്കുകയാണ് പാർട്ടി പയ്യന്നൂരിലെന്ന് നിസ്സംശയം പറയാം. ഇതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ ഇനി എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് നോക്കേണ്ടത്, അല്ലേ? തീർച്ചയായും ഇതിനകത്ത് സിപിഎം ഏത് തരത്തിൽ പ്രതിരോധം ഒരുക്കും എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് ഏറെ ശ്രദ്ധയോടുകൂടി കാണേണ്ട അല്ലെങ്കിൽ നോക്കേണ്ട ഒരു കാര്യം. കാരണം ഇന്നലെ വലിയ തരത്തിലുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതായത് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ നിരത്തിക്കൊണ്ടാകും ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ കുഞ്ഞികൃഷ്ണൻ മറുപടി നൽകുക എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ നൽകിയ മറുപടികളിലും അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളതായിട്ട് തന്നെയായിരുന്നു സൂചനയുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അതൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് ബഹുജനങ്ങളോടാണ്, അത് പാർട്ടിയുടെ പ്രത്യേക കുടുംബയോഗങ്ങൾ ബൂത്ത് കമ്മിറ്റി തലത്തിൽ വിളിക്കും. ആ ബൂത്ത് യോഗങ്ങളിൽ നേതാക്കന്മാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് പാർട്ടി നേരത്തെ എടുത്ത ഈ വിഷയത്തിൻ്റെ അകത്ത് സ്വീകരിച്ച സമീപനങ്ങൾ, അത് ഏതൊക്കെ തരത്തിലായിരുന്നു അന്വേഷണം നടത്തിയത്, അതിനകത്ത് ഓഡിറ്റ് നടത്തിയതിൻ്റെ അകത്ത് കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ ബഹുജനങ്ങളോട് വെളിപ്പെടുത്തും. പക്ഷേ അതൊരിക്കലും പൊതുജനങ്ങളെടുത്ത് പറയേണ്ടതില്ല എന്നുള്ള നിലപാടാണ് കെ രാഗേഷ് സ്വീകരിച്ചത്. ഇത് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി തന്നോട് പറഞ്ഞതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും ഇത്തരത്തിലുള്ള വാദങ്ങൾ സിപിഎം ഉന്നയിക്കുമ്പോൾ വി കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തുള്ള പരിഹാസം എന്താണെന്ന് അറിയാൽ പാർട്ടിക്ക് ഇതിനകത്ത് വിശദീകരിക്കാൻ കാര്യങ്ങളില്ല, അത് ഞാൻ പറഞ്ഞ കണക്കിന് അപ്പുറത്തേക്ക് പറയാൻ പാർട്ടിയുടെ കയ്യിൽ തെളിവുകളോ കണക്കുകളോ ഇല്ല എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. ഇതിനകത്ത് സിപിഎം വി കുഞ്ഞികൃഷ്ണനെ വ്യക്തിപരമായിട്ടാണ് ആക്ഷേപിക്കുകയും അതുപോലെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നത്. വി കുഞ്ഞികൃഷ്ണന് ടി മധുസൂദനോടുള്ള വ്യക്തിവിരോധം അത് മൂത്ത് പകയായി വരികയും മധുസൂദന്റെ ചോരയ്ക്ക് വേണ്ടി വി കുഞ്ഞികൃഷ്ണൻ ദാഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സിപിഎം ജില്ലാ സെക്രട്ടറി പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനരഹിതമായ ഭാവനാവിലാസങ്ങൾ നിറഞ്ഞ കണക്കുകളാണ് വി കുഞ്ഞികൃഷ്ണൻ പുറത്തുവിടുന്നത് എന്നും പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, പാർട്ടിയുടെ അകത്ത് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ രേഖകളുടെ കോപ്പി എടുത്ത് വയ്ക്കുക തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, വഞ്ചനയാണ് പാർട്ടിയോട് കാണിച്ചതെന്നും സിപിഎം പറയുന്നു. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. അവിടെ കുഞ്ഞികൃഷ്ണന്റെ നീക്കം എന്താകും എന്നുള്ളത് തന്നെയാണ് സിപിഎമ്മിനെ ഏറ്റവും കുഴക്കുന്ന കാര്യം. കാരണം നമുക്കറിയാം, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അവിടെ കാര എന്ന് പറയുന്ന വാർഡിനകത്ത് സിപിഎമ്മിന്റെ വിമതനായി മത്സരിച്ച അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സി വൈശാഖ് അവിടെ നേടിയ വലിയ വിജയമുണ്ട്. അതൊരു നിശബ്ദ വിപ്ലവമായി മാറുകയാണ് ഉണ്ടായത്. അത്തരത്തിലുള്ളൊരു സാഹചര്യം പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ വി കുഞ്ഞികൃഷ്ണൻ വഴി ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക സിപിഎമ്മിനകത്തുണ്ട്. കാരണം വി കുഞ്ഞികൃഷ്ണൻ ഒരു സ്വതന്ത്രനായിട്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ സിപിഎമ്മിന്റെ പയ്യന്നൂരെ അപ്രമാദിത്വം തകർന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുമെന്നുള്ള കാര്യത്തിനകത്ത് പാർട്ടി അത്തരത്തിലുള്ളൊരു ആശങ്ക വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വി കുഞ്ഞികൃഷ്ണന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകണം പാർട്ടി. അതായത് വിജീഷ്, ഈ കണക്കുകളൊന്നും പൊതുജന മധ്യത്തിൽ അങ്ങനെ നിരത്തി കണക്ക് പറയേണ്ട കാര്യം പാർട്ടിക്കില്ല എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് പയ്യന്നൂരിലെങ്കിലും കുഞ്ഞികൃഷ്ണൻ ഈ ഒരു വിഷയം ഉയർത്തിയ ആ മേഖലയിലെങ്കിലും ആളുകളെ വിശദീകരിക്കുക, അവർക്ക് അതിനുള്ള കൃത്യമായി മറുപടി കൊടുക്കുക എന്നൊരു ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന വേളയിൽ ഒരു വിശദീകരണ യോഗവുമായി സജീവമാവുക, അത്തരം തീരുമാനങ്ങളിലേക്കൊക്കെ എത്തുന്നുണ്ടോ പാർട്ടി? ഈ കുടുംബയോഗങ്ങൾ കഴിഞ്ഞാൽ വിശദീകരണ യോഗങ്ങളിലേക്കാവും സിപിഎം കടക്കുക. കാരണം ഇത് ഒരു വലിയ വിഷയമായിട്ട് തന്നെ പയ്യന്നൂരിൽ നിലനിൽക്കുന്നുണ്ട്. പൊതുജനങ്ങൾ എന്ന് പറയുന്ന സംവിധാനങ്ങളെ കണക്ക് ബോധിപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ ഈ പൊതുജനങ്ങൾ ഉൾപ്പെടുന്ന സംവിധാനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വരിക. അപ്പോൾ ഈ ബഹുജനങ്ങളെയും അതുപോലെ തന്നെ പൊതുജനങ്ങളെയും ഒക്കെ സിപിഎമ്മിന് സമീപിക്കേണ്ടി വരും, ഇവരുടെയൊക്കെ പിന്തുണ തേടേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ ബഹുജനങ്ങളെയും പൊതുജനം എന്നും പറഞ്ഞിട്ടുള്ള ആ വേർതിരിവിനെ വിവക്ഷിക്കുന്നതിനെ എങ്ങനെ പാർട്ടി ഈ വിഷയത്തിൻ്റെ അകത്ത് കൺവിൻസ് ചെയ്യും എന്നുള്ളത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. കാരണം പാർട്ടി ഈ രക്തസാക്ഷി ഫണ്ടിനകത്ത് വലിയ തരത്തിലുള്ള തിരിമറി നടത്തി പാർട്ടിയിലെ ചില നേതാക്കന്മാർ നടത്തി. ആ നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന സമീപനം പാർട്ടിയുടെ നേതൃത്വം കൈക്കൊള്ളുന്നു എന്നുള്ളത് സിപിഎമ്മിനെ മൊത്തത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമാണ്. അതിനകത്ത് കുഞ്ഞികൃഷ്ണൻ മറുപടി നൽകണം. ഒപ്പം തന്നെ ഈ ഫണ്ടിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പുറത്തു പറയേണ്ട ഒരു സാഹചര്യവും വന്നിരിക്കുന്നു. സിപിഎമ്മിന്റെ സംഘടനാ ശൈലി പ്രകാരം
ഇത്തരത്തിൽ പാർട്ടി പിരിച്ച ഒരു ഫണ്ടിന്റെ കണക്ക് പുറത്തു പറയുന്ന ഒരു ശീലം ഇതിന് മുൻപുണ്ടായിട്ടില്ല. പക്ഷേ ആ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് CPM നേതാക്കന്മാരുടെ പ്രതികരണമാണ്. കാരണം വി കുഞ്ഞികൃഷ്ണൻ മറുപടി നൽകാൻ കൃത്യമായ കണക്ക് അവതരിപ്പിക്കുമെന്ന് CPM നേതാക്കന്മാർ തന്നെ ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി. അതിപ്പോൾ തിരിഞ്ഞുകുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് മാധ്യമങ്ങളോടൊന്നും പറയാനില്ല, പൊതുജനത്തോടൊന്നും പറയാനില്ല, ഞങ്ങളുടെ പാർട്ടി അംഗങ്ങളോടും അതുപോലെ തന്നെ പാർട്ടി അനുഭാവികളായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ പറയാനുള്ളൂ.